ഹലോ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ യാത്രയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടത്. കൊല്ലൂർ മൂകാംബികയിലേക്കൊരു ട്രെയിൻ യാത്ര. നമ്മുടെ ബിജുവേട്ടൻ്റെ കൂടെ സ്നേഹസോപാനം കുടുംബത്തിനോടൊപ്പം കേട്ടോ ഞങ്ങൾ യാത്ര പോകുന്നത്. ഉള്ളൂരിലേക്ക് പോവാണ്. ഇങ്ങനെ പോയിട്ട് എവിടേക്കോ പോയി അവിടെ ദേവി കൃഷ്ണ കരുണോ ദേവി. ഹലോ, അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഷൊർണൂർ എത്തിയിട്ട് അവിടെ കുറച്ചു നേരം പിടിച്ചു വെച്ചിരിക്കുകയാണ്. ട്രെയിനിൽ പോകുമ്പോ ചെയിൻ വലിക്കാൻ പറഞ്ഞ രാജ്യദ്രോഹോ ക്ഷീണിച്ച് അവശനായിരിക്കുന്ന യാത്ര തുടങ്ങിയിട്ടുള്ളു. അപ്പോഴത്തേക്ക് ക്ഷീണിച്ച് മറ്റേ ഫ്രഞ്ച് സിനിമയില് ജയറാമിന്റെ പോലല്ലേ. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കുശലൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഷൊർണൂർ എത്തിയിട്ടുണ്ട്, പക്ഷേ അങ്ങോട്ട് കയറിയിട്ടില്ല. അവിടെ എന്താണെന്നറിയില്ല, ഒരു 100 മീറ്റർ ഇപ്പുറത്ത് ഇങ്ങനെ ട്രെയിൻ അവിടെ പിടിച്ചിട്ട് തരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു വേറെ വണ്ടി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ച് പുറത്ത് വണ്ടി ഇങ്ങനെ പോണതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പുറത്തെ റൂമിൽ ആരെങ്കിലും സെറ്റ് ആവുമോ നോക്കാൻ ചിറ്റപ്പ കേക്കണ്ട. ഇതൊരു തിരക്ക് ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ അടിക്കും. അതിലെ പോയപ്പോൾ ഇതിലെ പോയപ്പോൾ നിറച്ച് തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. ഇതൊക്കെ നിലമ്പൂരിക്കാണ് തോന്നുന്നു, നല്ല ഷൊർണൂർ സീന്. അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, തിരക്ക്. ആൾക്കാരൊക്കെ നിൽക്കുവാണ്, പുറത്തിരിക്കുവാണ്. എല്ലാം ഏത് ഭാഷ. അങ്ങനെ ട്രെയിൻ ഇറങ്ങി കേട്ടോ. ഞങ്ങളിവിടെ അങ്ങനെ ഷൊർണൂർ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ അടുത്ത വണ്ടി വരണം ഞങ്ങൾക്ക്. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോഴത്തേനും ചിച്ചും ദേവുട്ടിയും കൂടെ എന്തൊക്കെയോ കളികളൊക്കെ കളിക്കും. നമ്മളെ കൂട്ടത്തിൽ നമ്മൾ വന്ന ട്രെയിൻ പോവുകയാണ്. അത് എന്നെ ട്രോളാൻ വേറൊരു തെണ്ടീൻ്റെ ആവശ്യമില്ല പറഞ്ഞ ചിച്ചു സ്വയം ക്യൂട്ട്നെസ് വാരി വെതർന്നുണ്ട്. ഏതാ പോള് മോളോട് ചോദിക്കുകയാണ് കേട്ടോ. അവള് കുട്ടിക്കാലത്തേക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു, അറിയാമെങ്കിൽ അവിടെ ഇരുന്ന് രണ്ടുപേരും കൂടി ചെയ്യാന്ന്. അതൊക്കെ കഴിഞ്ഞ് 10:40 കേട്ടോ ഞങ്ങൾ വണ്ടി വരുന്നത്. അതുവരെ ഞങ്ങൾക്ക് കുറച്ച് നേരം ഇവിടെ സമയമുണ്ട്. ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായ വാങ്ങിയതായിരുന്നു. പക്ഷെ റെയിൽവേ അവിടെ നിന്നും ചായ കുടിക്കാറ് ഞാനധികം കുടിക്കാറില്ല. പിന്നെ ഷൊർണൂർ അവിടെ ജംഗ്ഷൻ തന്നെ കടയിൽ നിന്ന് അങ്ങനെ മേടിച്ച് കുടിച്ചതാട്ടോ. അപ്പൊ ചേച്ചിയെ ചായ കുടിക്കാൻ വേണ്ടി അവിടെ നിന്ന് കണ്ടതാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള സംസാരിക്കണ്ടായിരുന്നു. ഫോട്ടോ എടുക്കില്ല. എങ്ങനെ എക്സ്ട്രാ കഴിവ് ഫോട്ടോ എടുക്കത്തെ ഫോട്ടോ. ഇങ്ങനെ എല്ലാരോടും കൂട്ടാൻ പറ്റില്ല കേട്ടാ പോണ വഴിക്കൊക്കെ. കൈ കൊടുക്കടാ, നീ കൈ കൊടുക്ക്. കണ്ണേട്ടാ കണ്ണേറ്റാ അമ്മ അങ്ങോട്ട് പോവോ, പിടിച്ചു. അങ്ങനെ ഞങ്ങൾ മോളെയൊക്കെ കളിപ്പിച്ച് ചായ കുടിച്ചിരുന്നപ്പോഴത്തേന് ഏകദേശം 10:40 ആവാറായിട്ട് ഞങ്ങൾ ട്രെയിൻ വരുവാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ബാഗൊക്കെ എടുത്തത് ഞങ്ങൾ X6-ലായിരുന്നു. സ്ലീപ്പർ ആണ് അങ്ങോട്ട് പോയപ്പോൾ കിട്ടിയത്. അതിൽ ശിവയുടെ മാത്രം നമ്മൾ ദൃശ്യയ്ക്ക് വേണ്ടി എടുത്തതായിരുന്നു. അത് AC-യിലായിരുന്നു കേട്ടോ. ബാക്കി എറണാകുളത്തുള്ള ടീംസൊക്കെ അപ്പുറത്ത് AC-യിലുണ്ട്, കുറച്ച് പേര് സ്ലീപ്പറിലുണ്ട്. 5 ഉണ്ട്. ദേവു ശിവയൊക്കെ ഒരു ഭാഗത്ത്
ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ശിവൂടെ ഇത് AC-യിലായ കാരണം അവൾ ഇവിടെ തന്നെ ഇരുന്നു അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് അവിടെ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ അടുത്ത് വന്നിട്ട് ഇരുന്നപ്പോഴത്തേനും ഉടുപ്പിയിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഉടുപ്പിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ടൈമേ ഉള്ളൂ നമ്മുടെ ഈ സ്റ്റേഷനിലേക്ക് കേട്ടോ. കുന്താപുര വേണമെങ്കിൽ ഇറങ്ങാം, ബൈന്ദൂർ ഇറങ്ങാം. കുന്താപുര ആണെങ്കിൽ കുറച്ചുകൂടി ലോങ് ഉണ്ട്. അപ്പോഴത്തേനും അവൾക്ക് ചായ വേണമെന്നും പറഞ്ഞ് ചായ മേടിച്ച് കുടിച്ചു. പക്ഷേ ആ ബായിയെ കണ്ടിട്ടുണ്ടല്ലോ, ബായിയുടെ വായിൽ ഇങ്ങനെ പാൻപരാഗം ചമച്ചിട്ട് ആള് ചായ കൊടുത്തോണ്ടിരിക്കുന്നത്. രാത്രി എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. അവിടെ 2-3 പയ്യന്മാർ ഭയങ്കര സംസാരം, അവരോട് സംസാരിക്കാതിരിക്കാൻ പറഞ്ഞാൽ മെല്ലെ സംസാരിക്കാൻ പറഞ്ഞാൽ അവർക്ക് പറ്റിയില്ല. ഇപ്പോൾ രാവിലെ അബിയേട്ടനും ശ്യാമും ഇവരൊക്കെ വന്നൊരു ഭജന പാടുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ എന്നെ തിരിച്ച് ചോദിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ മൂകാംബിക റോഡ് ബൈന്ദൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളോട് ഇറങ്ങി ഞങ്ങൾ എല്ലാവരും കൂടി ഒരു 138 പേരുണ്ട്. ഞങ്ങൾ ശരിക്കും ഇത്ര പേരൊന്നല്ല, സ്നേഹസോപാനം കുടുംബം എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. പക്ഷേ കുറേ പേർക്ക് ഓരോ അസൗകര്യം കാര്യങ്ങൾ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ പകലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ ശരിക്കും മൂകാംബികയ്ക്ക് 6 തവണ പോയിട്ടുണ്ട്. പക്ഷേ ഇവരെ കൂടെ ഇപ്പോൾ ഇത് 3ാമത്തെ തവണ കേട്ടോ. നമ്മൾ വേറൊരു എന്താ പറയുക, വേറൊരു അനുഭൂതിയാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത്തവണ പിന്നെ രാത്രിയായ കാരണം കൂടുതൽ ട്രെയിനിൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം പലരും പല സ്ഥലത്തായിപ്പോയി. അല്ലെങ്കിൽ ഞങ്ങൾ പകലൊക്കെ പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇരിക്കാനോ കിടക്കാനോ ഒന്നിനും സമയം കിട്ടില്ല. നമ്മളിങ്ങനെ ഓടി നടന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടൊക്കെ പാടി അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ 3 ബസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിക്കിയിൽ എല്ലാവരും ലഗേജും ഒക്കെ കയറ്റി വെച്ച് ഇതാ ചിച്ചും പിച്ചും കയറിയിരിക്കണു. അപ്പോൾ നമ്മൾ ഇനി ബസ് നേരെ ദേവീകൃപയിലാട്ടോ നമ്മൾ റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പലർക്കും പല സ്ഥലത്താട്ടോ. ഞാൻ ഇനി കഴിഞ്ഞ തവണ ദേവീകൃപയിൽ തന്നെയായിരുന്നു. ബബിയേട്ടനാണ് നമുക്ക് റൂമൊക്കെ സെറ്റാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ദേവീകൃപയിൽ തന്നെ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ 5ഉം ബിച്ചുവിനടക്കം 6 പേരുണ്ടായിരുന്നു. നമ്മൾ എക്സ്ട്രാ ഒരു ബെഡ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളെ റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി മൂകാംബിക വിശേഷങ്ങൾ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബായ്.